ഒരു ഹദീസ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ സുതാര്യമായ മാർഗങ്ങളുണ്ട്. പല ജാതി ആപ്പുകളുണ്ട്. മക്തബത്തുൽ ഷാമില പോലെയുള്ള പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള സോഫ്റ്റ് എഡിഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഹദീസിന്റെ കിതാബ് പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതില്ലാതിരിക്കാൻ വേണ്ടി 6-7 വാള്യത്തിൽ ഓരോ ഹദീസും ഏത് കിതാബിൽ, ഏത് പേജിൽ, ഏത് ബാബിൽ എന്ന രീതിയിൽ വിസ്തരിച്ച് ഇൻഡെക്സ് ഉണ്ടാക്കിയത് പോലും 2 ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരാണ്. മുഅ്മിനീങ്ങളെ സഹായിക്കാനായിരുന്നു അത്? ഇല്ല. പിന്നീട് വരുന്ന ഒരു ഓറിയന്റലിസ്റ്റ് പണ്ഡിതന് ഇസ്ലാമിനെ വിമർശിക്കാൻ പെട്ടെന്ന് സൗകര്യം കിട്ടണം. അപ്പോൾ ഹദീസ് എവിടെ ഉണ്ട് എന്നുള്ളത് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റണം. ഇതിനു വേണ്ടിയാണ് അവർ കഠിനമായി അധ്വാനിച്ചത്. അതിനുവേണ്ടിയാണ് അറബി ഭാഷ പഠിച്ച് മുഞ്ചിത് പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കാൻ മാത്രം അവർ ആ ഭാഷയുടെ വിഷയത്തിൽ വിജ്ഞാനം നേടിയത്. നമ്മളൊക്കെ കൂടെ അർത്ഥം കിട്ടാൻ ഡൗട്ടാവുമ്പോൾ ഈ മുഞ്ചിത് മറിച്ചോക്കട്ടെ എന്ന് എഴുതിയിട്ടാണോ? അല്ലല്ല. പിന്നെ പിൽക്കാലത്ത് വരുന്നൊരു ഓറിയന്റലിസ്റ്റ് ഇസ്ലാം വിമർശകന് വേഗം ഇസ്ലാമിനെ പഠിക്കാൻ കഴിയണം. അതിന് നിഘണ്ടു തയ്യാറാക്കി വെക്കണം. ഇങ്ങനെയൊക്കെ അധ്വാനിച്ച ആളുകളൊക്കെ കുളിപ്പിച്ച് കിടത്താൻ ശ്രമിച്ചിട്ടും പത്രമാറ്റോടുകൂടെ പരിശുദ്ധ ഇസ്ലാം ദർശനങ്ങളുടെ അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇതെല്ലാവരുടെയും മുമ്പിലുള്ള യാഥാർത്ഥ്യം. എന്നിട്ടാണ് ഈ വിവരം കേട്ട ആളുകൾ വന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട വർത്താനം പറയുന്നത്. മുഹമ്മദ് നബി മരിക്കൂലെന്ന് ഖുർആനിലുണ്ട് അത്രേ. ഞാനീ പറഞ്ഞ ആയത്തുകളൊക്കെ മരിക്കുന്നതാണ്. എന്നിട്ടത് അയപ്പായിട്ട് കൊടുത്തിരിക്കുക. അവരുടെ വലിയ ചിത്രം കവറായിട്ട് കൊടുത്തിരിക്കുക. കാരണം ഭയങ്കര ഇൽമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ പ്രകാരം ദീനിനോടൊരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നിടത്താണ് ഞാൻ ഈ പറയുന്ന മൗലവിയും ശ്രദ്ധേയനാകുന്നത്. പച്ചപ്പൊള്ളു പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സാക്ഷി കുത്തു വേണ്ടേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത മാത്രം പറഞ്ഞാൽ നമുക്ക് ദിവസങ്ങളോളം പറയേണ്ടി വരും. ഞാൻ തൽക്കാലം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാം. രണ്ടാമതായി സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുത്തറസൂലും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ 3 പേരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉഹദിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉഹദ് ഇളകുന്ന, കുലുങ്ങുന്ന ഒരു പ്രത്യേകമായ രംഗമുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അടങ്ങുക, യാ ഉഹദ്, അടങ്ങുക. നിന്റെ മുകളിലുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും 2 രക്തസാക്ഷികളുമാകുന്നു. ഒരു നബി, രണ്ടാമത്തെ സിദ്ദീഖ്, മൂന്നാമത്തെ ഉമർ ഫാറൂഖ് തങ്ങളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും 2 രക്തസാക്ഷികൾ. ഉഹദ് അടങ്ങിയെന്നാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൃത്യമായി എൻ്റെ മുമ്പിൽ എവിഡൻസുകളുണ്ട്, ഞാൻ സമയമെടുക്കുന്നില്ല, ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറ്റിക്കാൻ ഇബ്ലീസിന് പോലും സാധ്യമല്ല. ഇത് ഞാൻ എന്തിനാ പറയണത് എന്നുള്ളത് പിന്നീട് പറയാം. ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറ്റിക്കാൻ ഇബ്ലീസിന് പോലും സാധ്യമല്ല. ഇബ്ലീസ് ഒരു വഴിയിലൂടെ വരുന്നു, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മറുവശത്ത് കയറുന്നു. ഇബ്ലീസ് മറ്റൊരു വഴി തേടി ഓടിപ്പോകുമെന്ന് ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ, എൻ്റെ ശേഷം ഒരു പ്രവാചകർ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറുൽ ഫാറൂഖ് ആയിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ. ഇതിൻ്റെ അപ്പുറം എന്താണ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച് പ്രഖ്യാപിക്കേണ്ടത്? നിരവധിയായ ഹദീസുകളുണ്ട്, 2 ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. ഇത്രമേൽ ശ്രേഷ്ഠരും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം പുലർത്തിയവരുമായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും. എന്തിനാണ് ഞാൻ അവരുടെ 2 പേരുടെയും മഹത്വം പറഞ്ഞത് എന്നറിയാവോ? ഈ മൗലവി പ്രസംഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അത് പറയാൻ എന്നോട് അനുവദിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, രക്ഷിതാക്കൾ, അത് ഈ മൗലവി പറയണതാണെന്നുള്ള രീതിയിൽ മാത്രം കേട്ട് മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ വീടിലിട്ട് വാതിൽ ഞെരുക്കി അവിടുത്തെ ഗർഭം അലസിപ്പിച്ച് വീടിന് തീ കൊടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു കൊന്നു കളഞ്ഞു എന്നാണ് ഈ മൗലവി പറയുന്നത്. എന്നിട്ട് പറയാണ്, ഇതൊക്കെ മുസ്ലിംമാർ മൂക്കി വെച്ചതാണ്. നിങ്ങളുടെ ഉസ്താദുമാരുടെ മൂക്ക് പിടിച്ചിട്ട് ചോദിക്കുക, ഇതല്ലേ ഇസ്ലാമിക ചരിത്രം എന്ന്. 100% ആവേശത്തോടുകൂടെ നമുക്ക് വെല്ലുവിളിക്കാൻ പറ്റും. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന്. വലിയ കുറേ പുസ്തകങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. തനി ഷിയാക്കളുടെ മാറോല ഗ്രന്ഥങ്ങൾ. ഷിയാക്കളെ കുറിച്ച് നമുക്കറിയാം. ഷിയത്തു അലി എന്നാണ് അതിൻ്റെ പേര്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു ഭരണം കിട്ടേണ്ടത്. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും മറ്റ് സഹാബിവര്യന്മാരും തട്ടിയെടുത്തു എന്നും പറഞ്ഞിട്ട്
അഹ്ലുബൈത്തിനെ പ്രൊമോട്ട് ചെയ്ത് ഇസ്ലാമിക ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചൊരു ടീം. ഇവരുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ജൂതന്റെ സൃഷ്ടിയാണ്. അയാൾ 12 ടീമിനുണ്ട്. പലയിടങ്ങളിലും പോയിട്ട് അയാൾ ഖിലാഫത്തിനെതിരെ പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ കൂഫക്കാരെ പോലെയുള്ള ചില ആളുകളൊക്കെ അതിൽ വീട് പോകുന്നുണ്ട് ഇയാളുടെ പ്രചാരണത്തിൽ. അങ്ങനെ അവരെല്ലാവരും അഹ്ലുബൈത്തിനെ സംരക്ഷിക്കാനാണെന്നുള്ള രീതിയിൽ പ്രത്യേകമായൊരു സംഘമായി മാറുന്നുണ്ട്. ആ സംഘം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പോലും ശക്തമായി എതിർത്ത ആളുകളായിരുന്നു. അതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത. അലിയാർ തങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഈ ടീമിനോട് ശക്തമായ വിരോധിയായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഭരണത്തിൽ പോലും ഇവർക്കെതിരെ പല രീതിയിലുള്ള മതപരമായ പണിഷ്മെന്റുകൾ, ശിക്ഷാ നടപടികൾ അവിടുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ, ഈ 3 ഖലീഫമാരെയും നിയോഗിക്കുന്ന ചർച്ചായോഗങ്ങളിൽ അലി ഇബ്നു അബീ ത്വാലിബ് പ്രധാന സ്ഥാനത്തുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിത്രത്തിൽ നമുക്ക് കാണാനാകാത്തത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം തിരുശരീരം സംസ്കരിക്കലുമായി ബന്ധപ്പെട്ട അഹ്ലുബൈത്തിൻ്റെ പ്രത്യേകമായ ഈ പരിപാടി ക്രമങ്ങളിൽ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. രാഷ്ട്രീയപരമായി ഇസ്ലാമിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി സിദ്ദീഖ് തങ്ങൾ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഉസ്മാൻ തങ്ങൾ പോലെയുള്ള ആളുകൾ ഖിലാഫത്തിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം മറവ് ചെയ്യലുമായി ബന്ധപ്പെട്ട ഏർപ്പാടിലായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 2 പരിപാടി ഒന്നിച്ച് നടക്കുകയാണ്. ഖിലാഫത്ത് വരണം. കാരണം റസൂൽ തങ്ങളുടെ വഫാത്തോടുകൂടെ ഇസ്ലാമിനെ ഇല്ലാതെയാക്കാൻ ശത്രുക്കളുടെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഖിലാഫത്ത് പെട്ടെന്ന് രൂപപ്പെടണം. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ സംസ്കരണവും കൃത്യമായി നടക്കണം. അഹ്ലുബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുവനാണ്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഫാത്തിമ മോളുടെ ഭർത്താവാണ്. അഹ്ലുബൈത്തിൻ്റെ ലീഡറാണ്. അവരെല്ലാവരും ചേർന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ 2 രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഖിലാഫത്ത് ചർച്ചയിൽ നേരിട്ടിടപെടാൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി മാറുന്നു. അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ആയിഷ, ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവരും ചേർന്ന് ഖിലാഫത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിലെത്തി. ആരുമേ അതിനെ എതിർക്കണില്ല. പക്ഷേ നമ്മളതിൽ പങ്കെടുപ്പിച്ചില്ല ചർച്ചയിൽ എന്ന രീതിയിൽ ചില അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾ അന്നങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ നമ്മുടെ മുന്നിലുള്ള വിമർശകർക്ക് ഇസ്ലാമിനെ എതിർക്കാനുള്ള ആയുധം ഇത് മാത്രമാണ്. അവർ സാധാരണഗതിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മുസന്നിഫ് ഇബ്നു ഷൈബയിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ് ഇബ്നു ഷൈബ. അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസ് സമാഹാരമാണ് മുസന്നഫ്. ഈ മുസന്നഫിലുള്ള ഒരു വാക്ക് അർദ്ധഭാഗം മാത്രം ഉദ്ധരിച്ച് ഈ വിഷയത്തിന് തെളിവുണ്ടാക്കിയിട്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മഹാന്മാരാവുന്ന ചില അഹ്ലുബൈത്തിൽപ്പെട്ട നേതാക്കളും ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവർ ഖിലാഫത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കഴിഞ്ഞിട്ട് ബഹുമാന്യരാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ആ ഹദീസ് തന്നെ വായിക്കാം, അതിങ്ങനെ ജസ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മുസന്നഫ് ഇബ്നു അബീ ഷൈബയിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം കാന അലി വ സുബൈർ യദ്ഖുലാനി അലാ ഫാത്തിമ ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബൈർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിയുടെ അടുത്തേക്ക് എത്തുന്നു. ഫയുഷാവറൂനഹ, എന്നിട്ട് ആയിഷ ബീവിയോട് ഫാത്തിമ ബിയോട് അവർ മുഷാവറ നടത്തുന്നു, കൂടിയാലോചിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നു. ഫലമ്മാ ബലഗ ദാലിക ഉമർ ഇബ്നുൽ ഖത്താബ് ഖറജ ഹത്താ ദഖല അലാ ഫാത്തിമ. അങ്ങനെ ഫാത്തിമ ബിയുടെ അടുത്തേക്ക് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ ബിൻത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട മോളെ, വല്ലാഹി മാ മിൻ അഹബ്ബിൻ അഹബ്ബ ഇലൈനാ മിൻ നബീകി, അങ്ങയുടെ പാപ്പയാകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഞങ്ങളിലേക്ക് ഒരാളും ഇഷ്ടക്കാരനില്ല.
റസൂലിനെ പോലെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുമേ ഇല്ല. പിന്നെ വമാ മിൻ അഹദിൻ അഹബ്ബ ഇലൈനാ ബഅദ അബീകി മിൻകി, അങ്ങയുടെ വാപ്പയെ കഴിച്ചാൽ വാപ്പയ്ക്കു ശേഷം ഫാത്തിമ ബീവിയാവുന്ന അങ്ങയേക്കാൾ മറ്റൊരാളെയും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാണ്. റസൂലുള്ളാഹി അത് പ്രഖ്യാപിച്ചതുമാണ്. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ്. മൻ അഹബ്ബഹ ഫഖദ് അഹബ്ബനി, ഫാത്തിമ ബീവിനെ ഇഷ്ടപ്പെട്ടവർ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വമൻ അബ്ഗളഹ ഫഖദ് അബ്ഗളനി, ഫാത്തിമ ബീവിയെ വെറുത്തവൻ എന്നെയും വെറുത്തിരിക്കുന്നു. ഇത് അങ്ങയുടെ വാപ്പ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എന്താണ് ഇവരൊക്കെ കൂടെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്നത്? ഞാനെങ്ങാനും ആളുകളോട് ഇവരുടെ മേലെ ഈ വീടിന് തീ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്യണില്ല. ഇനി ഇവരിവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെയുള്ള ചില ചർച്ചകൾ ഉണ്ടാകുന്നത് ഒരിക്കലും സംഘതമല്ല. അതുകൊണ്ട് ഞാൻ പിരിഞ്ഞു പോകുന്നു എന്നും പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിനോടൊന്ന് പോകുന്നുണ്ട്. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ ഇതിന് ശേഷം ഇവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, തഅലമൂന അന്ന ഉമർ ഖദ് ജാഅനി, ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് വന്നത് നിങ്ങൾക്കറിയാലോ. വഖദ് ഖലഫ ബില്ലാഹി ലഇന്നുത്തും ല യുഹരികന്ന അലൈക്കുമുൽ ബൈത, നിങ്ങളെങ്ങാനും ഇനിയും എൻ്റെ അടുത്തേക്ക് വന്ന് ചർച്ചകൾ നടത്താൻ വിചാരിച്ചാൽ നിങ്ങളുടെ മേലിൽ ഈ വീടിന് തീ കൊടുക്കുമെന്ന് അള്ളാഹുവിനെ സത്യം ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറഞ്ഞാൽ അദ്ദേഹം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫൻസരിഫു റാഷിദീൻ, നിങ്ങളൊക്കെ പക്വമതികളായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോണം, പിരിഞ്ഞു പോകണം. എന്നിട്ട് നിങ്ങൾ സ്വന്തമായി സംസാരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും വേണം. അങ്ങനെ ഫൻസരിഫു അൻഹ, അവരെല്ലാവരും ഫാത്തിമ ബീവിയിൽ നിന്ന് പിരിഞ്ഞു പോയി. ഫലം യർജഉ ഇലൈഹ, പിന്നെ അവരെന്തായില്ല, മടങ്ങി വന്നില്ല. ഹത്താ ബായഉ ലി അബീബക്കർ, അങ്ങനെ അവർ എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു.